കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ, അനുഗ്രഹീതമായ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കും. ദൈവാലയത്തിൽ നമുക്ക് ഒന്നിച്ചു കൂടാനുള്ള പരിമിതികളും ചുറ്റുപാടുകളും കൊണ്ടാണ് പ്രകാരമുള്ള ആരാധന ഓൺലൈൻ വഴിയായി നിങ്ങളിലേക്ക് എത്തിക്കും. ഇത് ആലയത്തിന് ബദലല്ല, ആലയത്തിന് പകരവുമല്ല. സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു ഉപാധി മാത്രം. എന്നിരുന്നാലും ആലയത്തോടുള്ള താല്പര്യം കുറഞ്ഞു പോകാതെ, എരിവ് നഷ്ടപ്പെട്ടു പോകാതെ ആലയത്തെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ എല്ലാവരും താല്പര്യപ്പെടും. എല്ലാ പ്രിയപ്പെട്ടവരെയും നിറഞ്ഞ ഹൃദയത്തോടെ ഹാർദമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. ദിവ്യ സമാധാനത്തിന്റെ ഉറവിടമായ ദൈവം, നിന്നെ അറിയുന്നതും നിന്നിൽ ജീവിക്കുന്നതുമൊക്കെ അനുഗ്രഹീതമായ ഭാഗ്യകരമായ ജീവിതാവസ്ഥയാകുന്നു. ദൈവമേ, നിന്നെ ആരാധിക്കുവാനായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ പകരണം. ഞങ്ങളുടെ കുറവുകളൊക്കെ നിറവുകളാക്കണം. ഞങ്ങളുടെ താഴ്ചകളൊക്കെ ഉയർച്ചകളാക്കണം. ഞങ്ങളുടെ അപമതികളൊക്കെ നീ ബഹുമതികളാക്കി രൂപാന്തരപ്പെടുത്തും. ഈ ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും നാഥന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം. യഹോവ ഞങ്ങളുടെ അവകാശമായി, ഓഹരിയായി, പങ്കാളിയായി, അഭയവും ശരണവുമായി തീരുവാൻ, നിന്നോട് ചേർന്നിരിക്കുവാൻ, നീ ഞങ്ങളുടെ അവകാശത്തിന്റെ അച്ചാരമായിരിക്കാൻ തുണയ്ക്കുന്നു. തമ്പുരാന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ പ്രാർത്ഥനയോടുകൂടി ഏൽപ്പിക്കുന്നു. മഹത്വം ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന യേശു തമ്പുരാനെ സമർപ്പിക്കുന്നു. ക്രിസ്തയേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 33-ാമത്തെ കീർത്തനം ചേർന്ന് പാടാം. ആട്ടിടയർ കുമ്പിടും ആ തൊഴുത്തിലുള്ളതാ എന്നാരംഭിക്കുന്ന 33-ാമത്തെ കീർത്തനം ചേർന്ന് പാടാം. So
സമ്മതം ലഭിച്ചതാ കർത്തൻ താൻ അത്ഭുതമേ കർത്തൻ താൻ മഹത്വരാജൻ തൃപ്പതേ വണങ്ങിനാ കർത്താവായി വാഴിക്കാം ആശ്വാസം കൊടുത്തതാ കർത്തൻ താൻ അത്ഭുതമേ കർത്തൻ താൻ മഹത്വരാജൻ തൃപ്പതേ വണങ്ങിനാം കർത്താവായി വാഴിക്കാം ലാസറിൻ കല്ലറയോ വാസമായി കരഞ്ഞതാ കർത്തൻ താൻ അത്ഭുതമേ കർത്തൻ താൻ മഹത്വരാജൻ തൃപ്പതേ വണങ്ങിനാം കർത്താവായി വാഴിക്കാം സംഘത്തിൻ അത്യുച്ചമാം സംഗീതം ശ്രവിച്ചതാ കർത്തൻ താൻ അത്ഭുതമേ കർത്തൻ താൻ മഹത്വരാജൻ തൃപ്പതേ വണങ്ങിനാം കർത്താവായി വാഴിക്കാം. ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സ്തുതിലിത്താനികളിൽ മൂന്നാമത്തെ ഭാഗം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും അവന്റെ മുമ്പിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ഞാനോ നിന്റെ കൃപയുടെ മഹത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവിധം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലിയതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എന്റെ പാർ നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ.
ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകും. ആകയാൽ കാരുണ്യവാനും പാപങ്ങളുടെ മോചനവും മാപ്പും നൽകുവാൻ അധികാരമുള്ളവനുമായ ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ പാപങ്ങളെ കുറിച്ചോർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കാം. അനുദപിക്കുന്നില്ല എങ്കിൽ ന്യായാധിപതിയായ ദൈവം തന്റെ വാളിന് മൂർച്ച കൂട്ടുന്നു എന്ന സങ്കീർത്തനക്കാരൻ. അതുകൊണ്ട് കർത്താവിന്റെ കുഞ്ഞുങ്ങളെ പാപങ്ങളെ കുറിച്ചോർത്ത് അനുദപിച്ച് ദൈവമുണ്ടാകെ നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈവത്തിൽ നിന്നും അകന്നുപോയി നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാം. തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മെ പ്രാർത്ഥനയോടുകൂടി ഫലമേൽപ്പിക്കാം. മൗനമായി അല്പസമയം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. അനുതാപ മനസ്സോടെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. നാലാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് തിരുമുൻപാകെ പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിൽ ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്ങളെ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി പാഠങ്ങൾ വായിച്ചു കേൾക്കാനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഈ വിശുദ്ധ ഞായറാഴ്ചത്തേക്ക് വായിക്കാനുള്ള പ്രത്യേക സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 16 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുകയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിപ്പിക്കും. അവരുടെ രക്തമായ ബലികളെ
എന്റെ അവകാശത്തിന്റെയും പാരമാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശം യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രോഹം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നമുക്ക് ചേർന്ന് ചൊല്ലാം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. സെഖറിയാവിന്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സെഖറിയാവിന്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പുയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതിനു മുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും നിന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടും ആകുന്നു. നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന്റെ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ഇന്നത്തേക്കുള്ള പഴയ നിയമവേദ പാഠഭാഗം നമുക്ക് ഈ സമയത്ത് വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള ദൈവവചനം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള ദൈവശബ്ദം കേൾക്കും. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കി യാഗപീഠമിരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. എബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർക്കുവാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാനും സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർക്കുവാൻ കഴിഞ്ഞില്ല. എബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലിയുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രാം ലോത്തിനോട് എനിക്കും നിനക്കും
എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുൻപാകില്ലയോ? എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളത് എന്ന് കണ്ടു. യഹോവ സൊദോമിനെയും ഗൊമോരയെയും നശിപ്പിച്ചതിനു മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സൊദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. ഇവിടെ എന്നത്തേക്കുള്ള വേദപുസ്തക ഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമവേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചിരിക്കും എന്ന് പറഞ്ഞു. ആ വാക്ക് കൂട്ടത്തിന് ഒക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഗൊരോസ്, നിക്കോനാർ, തിമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്തോക്കിക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ഇങ്ങനെ ഇവിടെ പുതിയ നിയമവേദഭാഗം വായിച്ചവസാനിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കുന്നതിനുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള ദൈവവചനം. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെ. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായുണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിനെന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട്, വേലക്കാരെ വിളിച്ച് പിൻപന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർ കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്നു ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു. ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവനുത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല.
നീ എന്നോട് ഒരു പണം പറഞ്ഞിട്ടില്ലയോ? നിന്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പന് കൊടുക്കുവാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരും ആവും. സുവിശേഷ പാഠഭാഗം വെച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാൻ ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 376 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 376 നമുക്ക് ചേർന്ന് പാടാം. എന്നെ സൃഷ്ടിച്ചു ആ ദൈവം അന്വസ്ഥ നൽകിയെന്ന് ആരംഭിക്കുന്ന കീർത്തനം. സൃഷ്ടിച്ചു ദൈവം അന്നവസ്ത്രാദി നൽകി ഇന്നയോളം മുത കാത്തു നന്നായി പാലിച്ചതു ഞാൻ മിണ്ടാതെ പാർത്താൽ ഉണ്ടുഗേദം പരനു രണ്ടില്ല പക്ഷം ഞാനിന്നു കൊണ്ടാടും അത്യുച്ചത്തിൽ കൂടുവിട്ടോടിയോരേ ആരാകുമെന്റെ യേശു തേടി പിടിച്ചു രക്ഷിച്ചൻ പേടിയെത്തിത്തതു ഞാൻ മിണ്ടാതെ പാർത്താൽ ഉണ്ടുഗേദം പരനു രണ്ടില്ല പക്ഷം ഞാനിന്നു കൊണ്ടാടും അത്യുച്ചത്തിൽ പാപമാം ചേറ്റിൽ ഞാൻ വീണു പാപപ്പെട്ടേനേറെ കോപത്തിൻ പുത്രനായോരൻ ശാപത്തെ തീർത്തതു ഞാൻ മിണ്ടാതെ പാർത്താൽ ഉണ്ടുഗേദം പരനു രണ്ടില്ല പക്ഷം ഞാനിന്നു കൊണ്ടാടും അത്യുച്ചത്തിൽ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം കരയറ്റുന്നു. നിന്റെ വചനം ധ്യാനിക്കുന്നതിലൂടെ നിന്റെ ദിവ്യമായ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ അവകാശം യഹോവയായിരിക്കാൻ, യഹോവയെ മുറുകെ പിടിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. നശ്വരമായ ജീവിതങ്ങളിലല്ല, അനശ്വരതയിലേക്ക് കണ്ണുനട്ട് നിന്റെ കൃപയിൽ ശരണപ്പെടുവാൻ ഞങ്ങളെ പുതുക്കണം. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കും. നിത്യപിതാവായ ദൈവത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ, യഹോവ ദൈവമായിരിക്കുന്ന ജനത ഭാഗ്യമുള്ള ജനത. യഹോവയായ ദൈവത്തെ അവകാശമായി നേടിയെടുക്കുവാൻ കഴിയുന്നവർ ജീവിതത്തിൽ ധന്യരാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കും. ഭാരതത്തിന് അനുഗ്രഹീതനായ സന്യാസിവര്യൻ
സാധു സുന്ദർ സിംഗ്, അദ്ദേഹത്തിന്റെ ചിന്ത പ്രാർത്ഥനയെ കുറിച്ച്, പ്രാർത്ഥന എന്നത് അനവധിയായ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നതിനും ഉപരിയായി ദൈവത്തെ തന്നെ അവകാശമായി ചോദിച്ചു വാങ്ങുന്ന, നേടിയെടുക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു ജീവിത അവസ്ഥയാണ്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എങ്കിൽ, ദൈവം നമ്മുടെ അവകാശമാണെങ്കിൽ അതിൽ പരം വേറെയൊന്നും വേണ്ട എന്നാണ് വിശുദ്ധ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാകും 27-ാം സങ്കീർത്തനത്തിൽ യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ പക്ഷത്തുണ്ട്, യഹോവ എന്നോട് കൂടെയുണ്ട് എന്ന ധൈര്യമാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് കരുത്തു പകരുന്നത്. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ എത്രത്തോളം നിറം നൽകിയത്, എത്രത്തോളം ധൈര്യം പകർന്നത് പിതാവായ ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയമായിരുന്നു. ഈ പ്രത്യേക നാളുകളിൽ, ഈ പാൻഡമിക് കോവിഡിന്റെ നാളുകളിൽ മനസ്സും ജീവിതവുമൊക്കെ ആകുലമായി, അസ്വസ്ഥമായി, നിരാശപ്പെടരുന്ന ഈ അവസ്ഥയിൽ യഹോവയായ ദൈവത്തെ അവകാശമായി സമ്പൂർണമായി മുറുകെ പിടിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 16-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ ദാവീദ് രാജാവ് പറയുന്ന ശക്തമായൊരു പ്രാർത്ഥനയും പ്രയോഗവും ഇങ്ങനെയാണ്: എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകും. യഹോവയെ അവകാശമായി, യഹോവയെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റെടുക്കുന്ന, ഉൾക്കൊള്ളുന്ന, മുന്നിൽ നിൽക്കുന്ന ഒരു ജീവിതം പ്രതികൂലങ്ങൾ കടന്നു പോയാലും തകർന്നു പോവുകയോ വീണു പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യാതെ അനശ്വരമായി നിലനിൽക്കുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 16-ാം സങ്കീർത്തനം തലക്കെട്ടാണ് കാണുന്നത് തന്നെ ദാവീദിന്റെ ഒരു സുവർണ ഗീതമെന്ന്, ഗോൾഡൻ സാം ഓഫ് ഡേവിഡ്, സ്വർണ സങ്കീർത്തനം എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ സങ്കീർത്തനമാണ് 16-ാമത്തെ സങ്കീർത്തനം. മൂല്യമുള്ള സങ്കീർത്തനം, വിലയേറിയത്, സവിശേഷമായത്, അത്രത്തോളം അനുഗ്രഹീതമായത് എന്ന നിലയിലാണ് 16-ാം സങ്കീർത്തനം ദാവീദിന്റെ സ്വർണഗീതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പശ്ചാത്തലം, ശൗൽ രാജാവ് അനേക തവണ ദാവീദിനെ കൊല്ലാനുള്ള പല പരിശ്രമം നടത്തുന്നു. അതിൽ നിന്നെല്ലാം ദാവീദ് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്യുന്നു. 400 പേരുമായി ദാവീദ് പല ജീവിതാവസ്ഥകളിലൂടെ ഓടി നടന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി താമസിക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയും. അതിനിടയ്ക്ക് 3000 പേരുമായി ദാവീദിനെ പിടിച്ചു കൊല്ലുവാൻ വേണ്ടി ശൗൽ രാജാവും ഇറങ്ങുന്നു. രണ്ടുപേരും തമ്മിൽ ഒരു വലിയ വൈരാഗ്യം, ഒരു അസമാധാനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിചാരിതമായി ശൗലിനെ തൊട്ടു മുൻപിൽ ദാവീദിന് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഉപദ്രവിക്കാം, വേണമെങ്കിൽ ജീവൻ കവരാം ശൗൽ രാജാവിന്റെ. ദാവീദ് അത് ചെയ്തില്ല. ദാവീദിൽ ഉണർന്ന ദൈവിക നീതിബോധമായിരുന്നു. തൊട്ടടുത്ത് ശത്രുവായി കരുതുന്നവനെ കൊല്ലാനുള്ള അവസരമുണ്ടായിട്ടും ഉപദ്രവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ദാവീദ് അതിന് മുതിർന്നില്ല എന്നുള്ളതാണ് ദാവീദിനുള്ളിലെ നീതിബോധം. ദാവീദ് പിന്നീട് പറയുന്നുണ്ടത്, ശൗലിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് വേണമെങ്കിൽ അന്ന് നിങ്ങളെ കൊല്ലാമായിരുന്നു, ഞാനത് ചെയ്തില്ല. കാരണം നിങ്ങൾ ദൈവത്തെ ആവശ്യത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ദാവീദിന്റെ മൊഴി. അതാണ് പശ്ചാത്തലം. ദാവീദ് പറയുന്ന 2 കാര്യങ്ങളുണ്ട്.
എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ അവകാശമാണ്. എനിക്ക് നല്ലത് തരുന്ന ദൈവമാണ്. എന്റെ ദൈവം എന്റെ അവകാശമാണ്. എന്റെ ദൈവം എനിക്ക് മനോഹരമായ അളവ് തരുന്ന ദൈവമാണ്. എന്റെ ദൈവം എനിക്ക് അഭയമാണ്, സങ്കേതമാണ്, കോട്ടയാണ് എന്ന് പറഞ്ഞ ദൈവത്തെ തിരിച്ചറിയുന്ന, ദൈവത്തെ അവകാശമാക്കി സ്വീകരിക്കുന്ന ദാവീദ് രാജാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്നത് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു ജനതയാണ്. അന്യദേവനെ കൈക്കൊള്ളുന്നവർ. അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാണെങ്കിലും അത് തിരിച്ചറിയാതെ മറ്റുള്ളതിന്റെ പിന്നാലെ പാഞ്ഞു പോകുന്ന ഒരു കൂട്ടം ജനതയെ കുറിച്ചും പറയുന്നു. ഇതാണ് സങ്കീർത്തനം 28 എന്ന് പറയുന്നത്. സ്ഥാപനങ്ങൾ കാണുന്നത് ഒരു പുനരുദ്ധാനത്തിന്റെ സവിശേഷതയെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. ഇതിന് തന്നെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കാതെ കരുതുന്ന ഒരു ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് സങ്കീർത്തനം. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം സുവർണ സങ്കീർത്തനമാണ്. ദി ഗോൾഡൻ സാം ഓഫ് ഡേവിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ. 16-ാം സങ്കീർത്തനം സ്വർണം പോലെ വിലയേറിയ സങ്കീർത്തനമാവാൻ അതിലെ ചിന്തകളാണ് അതിന് വിലയുള്ളതാക്കി തീർക്കുക. വാക്യം 1 പറയുന്നത് ദൈവമാണ് എന്റെ ആശ്രയം. ദൈവമാണ് എന്റെ ആശ്രയം. 8-9 വാക്യങ്ങളിൽ ഇതേ ആശയം തന്നെ ധ്വനിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആരിലാണ് നാം ആശ്രയം വയ്ക്കുക? ആരോടാണ് നമ്മൾ അടുത്തിരുന്നത്? ആരോടാണ് നമുക്ക് വിധേയത്വമുണ്ട്? ആരെയാണ് നമ്മൾ കൂടുതൽ ഭയപ്പെടുന്നത്? ആരോടാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഉണർത്തിച്ച് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ ദാവീദ് പറയുകയാണ്, ഇസ്രായേൽ രാജാവായിരുന്ന ആ മനുഷ്യൻ പറയുകയാണ്, ദൈവമാണ് എന്റെ ആശ്രയം. ഞാൻ ആശ്രയിക്കുന്നത് യഹോവയായ ദൈവത്തിലാണ്. എന്റെ ജീവിതത്തിന്റെ ആശ്രയം ഞാൻ കണ്ടെത്തുന്നത് തന്നെ. അത് സുഖമായാലും ദുഃഖമായാലും പ്രതിസന്ധിയായാലും പ്രയാസമായാലും മരണകരമായ സാഹചര്യമായാലും അവിടെയൊക്കെ ഞാൻ ഭയപ്പെടുന്നതും ഞാൻ സേവിക്കുന്നതും ആശ്രയിക്കുന്നതും അത്യുന്നതനായ യഹോവയായ ദൈവത്തിലാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ 8-9 വാക്യങ്ങൾ പറയുന്നത്, യഹോവയെ ഞാൻ മുൻപിൽ വെച്ചിരിക്കുന്നു. ഒരു പരിചയം, ഷീൽഡ് കൊണ്ട് സ്വയം മറയ്ക്കുന്നത് പോലെ, ശത്രുവിന്റെ ഭയപ്പെടുത്തലും ആക്രമണങ്ങളും ഒക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയ പോലെ എന്റെ മുൻപിൽ യഹോവയായ ദൈവമുണ്ട്. എന്നെ കാത്തുകൊള്ളു, എനിക്ക് സംരക്ഷണമാകാൻ, എനിക്ക് കാവലും കരുതലുമാകാൻ. ഇന്ന് സുരക്ഷാ കവചങ്ങളൊക്കെ ധരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ചുറ്റുപാടുകളിലുള്ളത്. മാസ്കും PP കിറ്റും ഷീൽഡുകളും പലതരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെയായി നമ്മൾ ഒരു പ്രതിസന്ധിയിലാണ്. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ അനിവാര്യമായി തീർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതെല്ലാം ഉപരിയായിട്ട് യഹോവയെ ആശ്രയമാക്കിക്കൊള്ളുവാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഹോവ എന്റെ വലതുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയും തളരുകയും പതറുകയും നിരാശപ്പെട്ടു പോകുകയും. പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ചുറ്റുപാടുകളുമുണ്ട്. എങ്കിലും ഞാൻ ഉറച്ചു നിൽക്കുന്നത് യഹോവയാണ്, ദൈവമാണ് എന്റെ ആശ്രയം എന്നതുകൊണ്ട് മാത്രം. കർത്താവിന്റെ പ്രിയമക്കളെ, യഹോവയായ ദൈവത്തിൽ, അത്യുന്നതനായ ദൈവത്തിൽ നമുക്ക് ഉറപ്പോടുകൂടി ആശ്രയിക്കാം. അവൻ നമ്മെ വിടുവിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോവയാണ് ജീവിതത്തിന്റെ സർവസ്വവും എന്ന് ദാവീദ് പറയുന്നു. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ദൈവത്തെ കൂടാതെ നന്മയില്ല എന്ന് ദാവീദ് പറയും. ദൈവമാണ് നന്മ, ദൈവമാണ് നന്മയുടെ ഉറവിടം. അവൻ കൂടെയുണ്ട് എങ്കിൽ നന്മകളൊക്കെ അവനോടുകൂടെ നമുക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട്
യഹോവയാണ് ജീവിതത്തിന്റെ സർവസ്വവും എന്ന് അംഗീകരിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ കൂടാതെ, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ നന്മ ഉണ്ടാകുകയില്ല. ഈ പ്രത്യേക നാളുകളിൽ ദൈവാലയത്തിൽ വരുവാനുള്ള സാഹചര്യം രോഗബാധയെ തുടർന്നുള്ള ഒരു കരുതൽ മാത്രമല്ല. എങ്കിലും ഓൺലൈൻ ആരാധനകളും ക്രമീകരണങ്ങളും ഒക്കെ വന്നുകൂടിയപ്പോൾ ദേവാലയത്തിൽ പോയില്ല എങ്കിലും കുഴപ്പമില്ല എന്ന ഒരു മനോഗതി, ഒരു ചിന്താഗതി എല്ലാവരും കടന്നുകൂടിയിട്ടുണ്ട്. കോവിഡിന്റെ പേര് പറഞ്ഞ ദേവാലയത്തെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് പോലും എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഓർക്കുക, യഹോവയാണ് ജീവിതത്തിന്റെ സർവസ്വവും എങ്കിൽ നമുക്ക് നന്മയുണ്ടാകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദാവീദ് എന്ന സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. മൂന്നാമത്തെ വാക്യം പറയുന്നത്, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ആരാണ് വിശുദ്ധൻ? ദൈവത്തിന് ഹിതപ്രകാരം ജീവിക്കുന്നവൻ ആരോ അവൻ വിശുദ്ധനാണ്. അവന്റെ ജീവിതവും പെരുമാറ്റങ്ങളും ഇടപാടുകളും പ്രവർത്തനങ്ങളും ഒക്കെ ദൈവികമായ വിശുദ്ധമായ പാതയിലായിരിക്കും അവൻ നടത്തുക എന്ന് പറയുന്നത്. ഭൂമിയിൽ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെയാണ്. വിശുദ്ധന്മാരുടെ വിശുദ്ധമായ ജീവിതം നാം മാതൃകയാക്കേണ്ടത് ഉണ്ട്. വിശുദ്ധിയെ കുറിച്ച്, കഴുകലിനെ കുറിച്ച്, ശുദ്ധീകരണത്തെ കുറിച്ച് ഇത്രമേൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു കാലഘട്ടം വേറെ ഉണ്ടാവുകയില്ല. ഏറ്റവും കൂടുതൽ പറയുന്നത് ശുദ്ധിന്മാർ പാലിക്കുന്നുണ്ട് അല്ലേ? ശുചിയായിരിക്കുക, വൃത്തിയായിരിക്കുക എന്ന് പറയുന്നത് അത് ബാഹ്യമായിട്ടുള്ള ഒന്നാണ്. ആന്തരികമായി നമ്മെ ബാധിക്കാതിരിക്കാനായിട്ട് ബാഹ്യമായ കുറെ കഴുകലുകളെ കുറിച്ച്, ശുദ്ധീകരണത്തെ കുറിച്ച് ഇന്നെല്ലാവരും സംസാരിക്കുന്നു. ഇവിടെ പറയുന്നത് വിശുദ്ധീകരണം എന്ന് പറയുന്നത് ബാഹ്യമായ കാര്യം മാത്രമല്ല, മറിച്ച് ആന്തരികമായി നമ്മൾ ആർജിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിഷ്കളങ്കമായി ദൈവത്തെ സേവിക്കുവാൻ, മറ്റുള്ളവരുടെ വിശുദ്ധമായ ജീവിതത്തിന്റെ മാതൃകയായി സ്വീകരിക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കേണ്ടുന്നത് അനിവാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ വാക്യത്തിൽ പറയുന്നത്, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനിബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എന്റെ നാമന്മേൽ എടുക്കുകയുമില്ല. യഹോവയെ അറിഞ്ഞവർ മറ്റൊന്നിൽ ആശ്രയിക്കുവാൻ പോകുന്നത് നല്ലത്. നാം ദൈവത്തെ അറിഞ്ഞ മക്കളാണെങ്കിൽ, ദൈവത്തെ സേവിക്കുന്നവരും ഭയപ്പെടുന്നവരും ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാകുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നിന്റെ പിന്നാലെ പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതിന്റെ ആവശ്യമില്ല. 91-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അത്യുന്നതന്റെ മറവിൽ അവനേക്കാൾ യോഗ്യനായ, അവനേക്കാൾ ഉന്നതനായ, നാം അറിഞ്ഞ, നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ദൈവത്തെക്കാൾ ഉന്നതനായി മറ്റൊന്നുമില്ല. ബാക്കിയെല്ലാം അവന്റെ താഴെ. അപ്പോൾ അത്യുന്നതനായ ദൈവത്തെ വിട്ടിട്ട് അതിന് താഴ്ന്നതിന് പിന്നാലെ പോകുന്നത് ഒരിക്കലും ഭൂഷണമല്ല ജീവിതത്തിൽ. അങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത് സ്വാഭാവികങ്ങൾ മാത്രമാണെങ്കിലും അതിനെ തിരുത്തേണ്ടിയിരിക്കുന്നു. യഹോവയെ അറിഞ്ഞവർ മറ്റൊന്നിന്റെ പിന്നാലെ പോകുന്നത് നല്ലതല്ല, അത് ദോഷമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യഹോവയാണ് അത്യുന്നതൻ, ഓൾമൈറ്റി, സർവശക്തൻ. അവന്റെ കരങ്ങളുടെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം അവന്റെ സൃഷ്ടികളാണ്, അവന്റെ കീഴെയാണ് എന്ന് ഓർക്കുകയാണ്, നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ വചനം. 5-6 വാക്യങ്ങളിൽ ഭക്തനായ മനുഷ്യന്റെ അവകാശം എന്താണ് എന്ന് പറയുക. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു, അവൻ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുക തന്നെ ചെയ്യും. യഹോവയാണ് ഒരു ഭക്തന്റെ ശ്രേഷ്ഠമായ അവകാശം. നമ്മുടെ പിതാക്കന്മാര്
നമ്മുടെ മൺമറഞ്ഞു വരപ്പെട്ടവര് നമുക്ക് വേണ്ടി സ്വത്തോ സമ്പാദ്യമോ പണമോ ഭൂമിയോ ഒക്കെ സമ്പാദിച്ചിട്ടുണ്ടാകാം, പാരമ്പര്യമായി കിട്ടുന്ന സ്വത്തുണ്ടാകാം. എന്നാൽ ദാവീദ് പറയുന്നത്, യഹോവയാണ് എന്റെ അവകാശം. എനിക്ക് ലഭിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ അവകാശം അത് യഹോവയായ ദൈവമാണ്. അതെന്റെ കൂടെ, അവൻ കൂടെയുണ്ട് എങ്കിൽ ബാക്കിയുള്ളതെല്ലാം അവൻ നമുക്ക് തരുന്ന നന്മകളാണ്. യഹോവയായ ദൈവത്തോട് കൂടെ അവൻ അവകാശമായി സ്വീകരിക്കുന്ന ഒരു ജീവിതാനുഭവം നമുക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തുടർന്ന് വാക്യം കാണുന്നത് ഒരു പുനരുദ്ധാനത്തിന്റെ സവിശേഷതയെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 9-10 വാക്യങ്ങൾ. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയും. യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കും, സമ്പൂർണമായി സമർപ്പിക്കും, നീതിയോടെ ജീവിക്കുന്നു, യഹോവ അവകാശമായി കൈക്കൊള്ളുന്നു. അവന്റെ ഭക്തന്മാർക്ക് അവൻ കൊടുക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയാണ് റിസറക്ഷൻ, പുനരുദ്ധാനം, മരണത്തിനും അപ്പുറമുള്ള ജീവന്റെ അനുഭവം. ഈ ഭൂമിയിൽ നാം ജീവനോടെ ജീവിച്ചിരിക്കുന്നു, എന്നാൽ ഇതിനും അപ്പുറമുള്ള ജീവിതം, അതിന്റെ തുടർച്ചയായിട്ട് ദൈവം തരുന്ന അനുഭവമാണ്, അനുഗ്രഹമാണ്. പുനരുദ്ധാനം മരണത്തിന് ശേഷം ലഭിക്കുന്ന ഒന്നായിട്ട് മാത്രം പരിമിതപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല. പുനരുദ്ധാനം ജീവിതത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. പ്രതിസന്ധികളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ, ദുഃഖവേളകളിൽ, പ്രയാസങ്ങൾ ജീവിതങ്ങളിലൊക്കെ അതിനെ തരണം ചെയ്ത്, അതിനെ അതിജീവിച്ച് ഒരു സന്തോഷത്തിലേക്ക്, സൗഭാഗ്യാവസ്ഥയിലേക്ക്, അതിന്റെ സന്തോഷകരമായ ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനമായിട്ട് പുനരുദ്ധാനത്തെ നമുക്ക് സാമൂഹ്യമായി വ്യാഖ്യാനിക്കാം. അങ്ങനെയെങ്കിൽ നാം കടന്നു പോകുന്ന ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെയും നിർജീവമായി, നിശ്ചലമായി, നിരാശ കൊണ്ട്, മരണത്തെ മുന്നിൽ കണ്ട് അസ്വസ്ഥമായി, ആകുലമായി ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും ഭയത്തോടും വിറയലോടും ജീവിതത്തിന്റെ സ്വാഭാവികതകൾ മറന്നു, ജീവിതത്തിന്റെ സന്തോഷം മറന്നു, ജീവിതത്തിന്റെ ഉല്ലാസങ്ങൾ മറന്നു, സങ്കടപ്പെട്ട് എങ്ങനെ നാളുകൾ കഴിഞ്ഞു പോകുമെന്നുള്ള നിരാശയിൽ കടക്കുമ്പോൾ ഓർക്കുക, പുനരുദ്ധാനത്തിന്റെ അനുഭവം ഈ ജീവിതത്തിൽ തന്നെ. പുനരുദ്ധാനം ജീവിതത്തിന്റെ സ്വാഭാവികതകളെ കെടുത്തി കളയുന്ന മരണകരമായ ഈ ശക്തികളെ അതിജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ ജീവിതത്തിൽ നന്മ അനുഭവിക്കുവാൻ പ്രാപ്തമാക്കി തീർക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് യഹോവയായ ദൈവത്തെ അവകാശമായി നേടിയെടുക്കുന്ന, യഹോവയായ ദൈവത്തിന്റെ മക്കളായിരുന്ന, അവന്റെ ജനമായി അവൻ അവകാശമായി സ്വീകരിച്ച് നമുക്കും ജീവിതത്തിന്റെ നന്മകൾ അനുഭവിക്കാം, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. അതിനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മെ ഇന്നലെ എന്നതുപോലെ ഇന്നും ഒരുപോലെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ വചനം ശ്രവിച്ച നമുക്ക് നമ്മുടെ വിശ്വാസമുറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ച് സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനും പാതിരിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിനെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും
ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പെന്തക്കോസ്തിനു ശേഷം 16-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സമാധാനത്തിന്റെ ദൈവമേ, പിന്മന്മാരെ മുന്നന്മാരാക്കുവാൻ കൃപയോടെ ഞങ്ങളെ നീ സഹായിക്കുന്നുവല്ലോ. സമാധാനവാഹകരാകുവാൻ, സംഘർഷമില്ലാത്ത സമൂഹം ഉണ്ടാക്കുവാൻ, സംഘർഷം പരിഹരിക്കാനുള്ള കൃപയും നിന്റെ ജ്ഞാനത്താൽ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ലോകം ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലുള്ള ആനന്ദം അനുഭവിക്കുവാൻ സഹായിക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിനു വേണ്ടി കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്നെ സംരക്ഷണത്തോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടുവാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായി നമ്മുടെ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണവും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങൾ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവത്തെ ഞങ്ങൾ വർദ്ധിപ്പിച്ച സകല നന്മകളും ഞങ്ങളെ പോഷിപ്പിച്ച ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തേണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാൻ 127-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. 127-ാമത്തെ പാട്ട്. സമാധാനമായി കിടന്നുറങ്ങാം.
നമുക്കൊരുക്കുമല്ലോ, ദേശം നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എന്നതനേ, സ്തുതികളിലും നദനേ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വരഞ്ഞിടിലും രോഗത്താൽ അരഞ്ഞിടിലും, ഭാരത്താൽ വരഞ്ഞിടിലും രോഗത്താൽ അരഞ്ഞിടിലും, കിടന്നിടുന്നൊരണി കിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. സ്തുതി സ്തുതി എന്നനമേ, സ്തുതികളിലും നദനേ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കുകയും ദൈവമുണ്ടാകെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യുന്നതനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. നമ്മുടെ ആശ്രയം യഹോവയായ ദൈവത്തിലാകട്ടെ. അവൻ നമ്മുടെ വലതുഭാഗത്ത് നമുക്ക് സങ്കേതമായി നിൽക്കട്ടെ. നമ്മുടെ അവകാശം അവനാകട്ടെ. നമ്മുടെ ജീവന്റെ പരമാധികാരി അവനാകട്ടെ. അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ സമ്പൂർണമായി ധരിപ്പിക്കാം. അത്യുന്നതനോട് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ധരിപ്പിക്കാം. നമ്മുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും ചുറ്റുപാടുകളെയും ചുറ്റുമുള്ള ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ കർത്താവ് നീയാകണമേ. സകലത്തിന്റെ കർത്താവേ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ വിശുദ്ധീകരിക്കുകയും ചുറ്റുപാടുമുള്ള കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യണം. നാഥന്റെ കരങ്ങളിലേക്ക് ഇതാലയങ്ങളെ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു. നമ്മുടെ ദൈവാലയത്തിന് വേണ്ടി ദൈവാലയത്തിലെ ഭവനങ്ങളെയും ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോരുത്തർക്കും ദൈവത്തിന് മാറ്റമില്ലാത്ത കൃപ ലഭിക്കേണ്ടതിന് മധ്യസ്ഥത അണയ്ക്കാം. നമ്മുടെ മഹായിടവകൾക്ക് വേണ്ടി, ബിഷപ്പിന് വേണ്ടി, മഹായിടവക ഭാരവാഹികൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന സകലരെയും നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, തിരുസഭയുടെ നാഥനായ കർത്താവേ, നിന്റെ പരിശുദ്ധമായ ആലയത്തിൽ ഞങ്ങൾ ശുശ്രൂഷ സ്വീകരിക്കുന്നതിനായ സ്തോത്രം. ആലയത്തിന്റെ ശുശ്രൂഷകൾ മംഗളകരമായി തീരുവാൻ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ, ശുശ്രൂഷകളെ, ജീവിതങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അല്ലെങ്കിൽ മഹായിടവകയെ, ബിഷപ്പിനെ, ഭാരവാഹികളെ കൃപയിൽ സൂക്ഷിക്കണമേ. ദക്ഷിണേന്ത്യ സഭയ്ക്ക് ആവശ്യമുള്ള നടത്തിപ്പും കാവലും കൊടുക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സഭ ദേശത്ത് വളരുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥ പിതാവിന്റെ കരങ്ങളിൽ ഈ കോവിഡ് മഹാമാരിയെ, അതിന്റെ ദുരിതങ്ങളെ, സങ്കടങ്ങളെ, ആകുലതകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, രോഗികളുടെ നല്ല വൈദ്യനായ കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവം, കണ്ണുനീർ, സങ്കടം, വേദന, നിരാശ, ആവലാതി എല്ലാം നീ അറിയുന്നു. കർത്താവേ, ഈ ലോകത്തോട് കരുണയുണ്ടാകണമേ. ഈ കോവിഡ് മഹാമാരി മൂലം എത്രയോ ലക്ഷക്കണക്കിന് വ്യക്തികൾ മരണപ്പെട്ടിരിക്കുന്നു, രോഗികളായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ രോഗാവസ്ഥയിൽ നിന്ന്, ഈ രോഗപീഠ പ്രയാസങ്ങളിൽ നിന്ന് സകല ലോകത്തെ വീണ്ടെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിന്റെ രക്തോൾപടയങ്ങളെ കാത്തുകൊള്ളണമേ, ലോകത്തോട് കരുണ ചെയ്യണമേ എന്ന് നാഥനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ചുറ്റുപാടുകളെയും പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന സകലരെയും നമുക്ക് സമർപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, പരിപൂർണമായി നിന്റെ കൃപയിൽ ആശ്രയിച്ച് ഉല്ലസിച്ചുകൊണ്ട് എന്നും ജീവിതത്തിൽ നിലനിൽക്കുന്ന കർത്താവ് ഞങ്ങളെ തുണയ്ക്കണമേ. ഇപ്രകാരമുള്ള ആരാധനയും കൂടിവരവുകളുമൊക്കെ ഞങ്ങൾക്ക് നന്മയും അനുഗ്രഹമാക്കി നൽകണമേ. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരും പ്രാർത്ഥനയോട് കൂടി വരവേൽപ്പിക്കുന്നു. മഹത്വം ലോകരക്ഷകനും സൗഖ്യദായകനുമായ യേശു കർത്താവിൽ വരുന്നു. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് തന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, യോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശിക്ഷിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്നെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങൾ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന അങ്ങനെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും എല്ലാ കാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർക്ക് കൃപയും ശക്തി നൽകാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായി നമ്മുടെ ദാനങ്ങളെ ദേവാലയത്തിലെ ദാനങ്ങളായി നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ചേർന്ന് 234 കീർത്തനം പാടാം. ആ സമയത്ത് ദേവാലയത്തിലേക്കായി സമർപ്പിക്കാനുള്ള ദാനങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. കീർത്തനം 234 എൻ രക്ഷക എൻ ദൈവമേ എന്ന് ആരംഭിക്കുന്ന കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. സന്തോഷത്തെ എന്നും ഞാൻ തിരിച്ചിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ. കാത്തു പ്രാർത്ഥിക്കാറക്കിതാ ആർത്തുഘോഷിക്കാറക്കിതാ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ. വൻക്രിയ എന്നിൽ നടന്നു കർത്തനെന്റെ ഞാനവന്റെ താൻ വിളിച്ചു ഞാൻ പിൻചെന്നു സ്വീകരിച്ചു.
യേശു എൻ പാപം തീർത്തതാ. നമ്മുടെ ദാനങ്ങളെയും നമ്മെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ദൈവമേ, നിന്റെ മക്കൾ സമർപ്പിച്ച ദാനങ്ങളെ നീ സ്വീകരിക്കണമേ. അവരോടൊപ്പം ആ ദാനങ്ങളെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളുടെ ശേഷിക്കുന്ന സകല ആവശ്യങ്ങളും നാഥന്റെ കാവലുണ്ടാകും. നിന്റെ കുഞ്ഞുങ്ങൾക്കൊന്നിനും കുറവില്ലാതെ എല്ലാ കാലത്തും സമാധാനത്തോടും സമൃദ്ധിയോടും ക്ഷേമത്തോടും കരുതലും കൂടുതൽ നിന്റെ ആലയത്തിലേക്ക് ശുശ്രൂഷകളെ കൊടുക്കുവാനുള്ള സമൃദ്ധി മനസ്സിന് കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. നാഥന്റെ കരങ്ങളിലേക്ക് ദാനങ്ങളെയും അടിയങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് പ്രാർത്ഥിക്കുന്നു. മശികാതമ്പുരാന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷണപ്പെടുത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോ കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടുകൂടി ലോകത്തിന്റെ സമ്പൂർണ്ണ സൗഖ്യത്തോടുകൂടി ഇന്നുമെല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ശുശ്രൂഷയുടെ മംഗളഗാനമായി അനുഗ്രഹത്തോടെ ഇപ്പോൾ ഐക്യ അടിയാരെ എന്ന് ആരംഭിക്കുന്ന 240 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 240.